ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതി നൽകിയ നടപടി ഒരിക്കലും മുർമുവിന് മറക്കാൻ കഴിയില്ല. എല്ലാം ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. റബ്ബർ സ്റ്റാമ്പ് തന്നെയാണ് എന്ന് നിരന്തരമായി കോടതിയുടെ ഉൾപ്പെടെ പരാമർശം വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? തനിക്ക് പരമാധികാരമുണ്ട് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞതുകൊണ്ട് അത് സാധിക്കില്ല. ഈ രാഷ്ട്രപതി സ്ഥാനത്ത് ഇനി അധിക ദിവസം തുടർന്നാൽ, പ്രത്യേകിച്ചും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് മുന്നോട്ട് പോയാൽ, തന്നെ നിയോഗിക്കാൻ ഏറ്റവുമധികം മുൻകൈയെടുത്ത നരേന്ദ്രമോദിയും അമിത്ഷായുമൊക്കെ ഉൾപ്പെടുന്ന കേന്ദ്ര സർക്കാരിനെ പ്രതിപക്ഷം വലിച്ചുകീറുന്ന ഒരു കാഴ്ചയ്ക്ക് കൂടി സാക്ഷ്യം വഹിക്കേണ്ടി വരും. അതായത് കേന്ദ്ര സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒത്തുകളിയെക്കുറിച്ച് എന്ത് രീതിയിൽ പറയണമെന്നറിയാതെ കേന്ദ്ര സർക്കാരിനെ പ്രകീർത്തിക്കുന്ന വിഷയങ്ങൾ മാത്രം അവതരിപ്പിക്കുകയും ഇതൊന്നും താൻ അറിഞ്ഞില്ല എന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി മാത്രം വാതുറക്കുകയും ചെയ്യുമ്പോൾ ഈ രാജ്യം മുഴുവൻ തനിക്കെതിരാണ് എന്ന് മനസ്സിലാക്കുകയാണ്. ഈ രാജ്യം കണ്ട ഏറ്റവും മോശം രാഷ്ട്രപതിയാണ് താനെന്ന തിരിച്ചറിവ് ഇല്ലാഞ്ഞിട്ടല്ല. ദ്രൗപദി മുർമുവിനെ ചീഫ് ജസ്റ്റിസ് ഒരു അന്ത്യശാസനം എന്ന രീതിയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങൾ രാഷ്ട്രപതിയായിരിക്കാം, കാര്യങ്ങൾ അപഗ്രഥിക്കാൻ നിങ്ങൾക്ക് ഇതുവരെയും കഴിയുന്നില്ല, നിങ്ങൾ ആ സ്ഥാനത്തിന് അൺഫിറ്റാണ് എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ ഇനി എന്തർത്ഥമാണ് വിശദീകരിക്കേണ്ടത്? ദ്രൗപദി മുർമു രാജ്യഭീഷണി മുഴക്കിയെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. ജഗദീപ് ധൻഖറുടെ വഴിയെ അതും നടക്കാൻ സാധ്യതയുണ്ട്. പുതിയ രാഷ്ട്രപതി സ്ഥാനത്തെ കണ്ടുപിടിക്കേണ്ട ചുമതല കൂടി BJPക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. പക്ഷേ BJP കുറച്ചുകൂടി പ്രതീക്ഷയാണ് വെച്ച് പുലർത്തുന്നത്. കാരണം വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച MLA MLCമാരുമൊക്കെയാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത്. പല സംസ്ഥാനങ്ങളിലും അട്ടിമറിയിലൂടെ ജയം സ്വന്തമാക്കിയവരാണ് BJPക്കാർ. അതുകൊണ്ട് സംസ്ഥാനങ്ങളിലെ മുൻതൂക്കം BJPക്കും സഖ്യകക്ഷികൾക്കുമാണ് എന്ന അഹങ്കാരം നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായ്ക്കുമുണ്ട്. ജ്ഞാനേഷ് കുമാർ എന്നല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് വന്നാലും അവരെ വെറും മരപ്പാവകളാക്കി നരേന്ദ്രമോദിക്ക് കാലാവധി തീർന്നിട്ടും വലിയ തോതിലുള്ള അട്ടിമറിയിലൂടെ വീണ്ടും വരാൻ ഒരു മടിയുമില്ല. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നരേന്ദ്രമോദിക്ക് വെല്ലുവിളിയാകുന്നത്. ചീഫ് ജസ്റ്റിസിന്റെ നടപടിക്രമങ്ങളൊന്നുമല്ല, അതിനേക്കാളേറെ പ്രതിപക്ഷം ഏത് രീതിയിലുള്ള കരുനീക്കമാണ് നടത്തുന്നതെന്ന് ഇപ്പോൾ നരേന്ദ്രമോദിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പപ്പുമോൻ എന്ന് അടച്ചാക്ഷേപിച്ച അതേ വ്യക്തി തന്നെ മോദിയുടെ അന്തകനായി കഴിഞ്ഞു എന്ന സത്യം രാഷ്ട്രപതിയും ഇലക്ഷൻ കമ്മീഷനും സുപ്രീം കോടതിയുമെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. മോളെ, ഓണത്തിന് പുതിയ ഫ്രിഡ്ജ് കിട്ടിയല്ലോ, വലിയ ലക്ക. അമ്മേ, കേരളത്തിൽ ഇപ്പൊ വെറും ലക്കല്ല, നന്ദില ജിമാർട്ട് വക്കാലക്ക. നന്ദില ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും 5 ഹ്യുണ്ടായി എസ്റ്റർ കാറുകളും, ഒപ്പം 100 വീതം LED ടിവികൾ, റെഫ്രിജറേറ്ററുകൾ, വാഷിംഗ് മെഷീനുകൾ, കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറയെ സമ്മാനങ്ങളും. ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടും. നന്ദില ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.